സത്യൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഈ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയോധ്യയിൽ ഇന്ന് മോദി റോഡ് ഷോയുമായി ഇറങ്ങിയപ്പോൾ ഇനി ജനുവരി 22-ന് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് പകച്ചു നിൽക്കുന്നു, ഇന്ത്യ മുന്നണി പകച്ചു നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മാധ്യമ ചർച്ചകളിൽ പോലും കോൺഗ്രസിനോട് പോകരുത് എന്ന് AICC പറഞ്ഞിരിക്കുകയാണ്. അതായത് പരസ്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയരുതെന്ന്. അത് മണ്ടത്തരമല്ലേ കോൺഗ്രസ് കാണിക്കുന്നത്? മഞ്ജുഷ്, അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദിവസമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ NDAയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉദ്ഘാടന മഹാമഹം കൂടിയാണ് ഇന്ന് നടന്നത് അയോധ്യയിൽ. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ സംഭവിക്കാൻ പോകുന്നത് ജനുവരി 22-ാം തീയതിയാണ് എന്ന് മാത്രം. അയോധ്യയിൽ 15,700 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അനാവരണം ചെയ്തത്. നോക്കൂ മഞ്ജുഷ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ബിംബവൽക്കരണം രാമക്ഷേത്രത്തിൻ്റെ തലപ്പത്താകട്ടെ, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന മഹാമഹത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഒറ്റമുഖം ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖം ഉയർത്തിക്കാട്ടുമ്പോൾ അതിന് ബദലായി ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇന്ത്യ മുന്നണി പാടുപെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ചും പ്രതികരിക്കാനാവുന്നുണ്ടോ എന്നതാണ്. ഈ മൗനം വാചാലമാണെന്നൊക്കെ നമുക്ക് പങ്കാന്തരേണ പറയാം, പക്ഷേ ഈ മൗനത്തിന്റെ പിന്നിലെ അർത്ഥം എന്താണ്, പറയുമ്പോൾ പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നുണ്ട്. പക്ഷെ മിണ്ടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിൽ മിണ്ടരുത് എന്ന് പറഞ്ഞാലും മിണ്ടും, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണല്ലോ. ആദ്യമൊക്കെ ചില നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ദിഗ്വിജയ് സിംഗ് ഒക്കെ ആദ്യം തന്നെ കോൺഗ്രസ് ഈ ക്ഷണം സ്വീകരിച്ചു എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. പിന്നീട് അതിൽ തന്നെ ഒരു വ്യക്തത വരുത്താൻ AICCക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ ശരിയാണ്, ദേശീയ പാർട്ടിയാണ്, ഓരോ സംസ്ഥാനങ്ങളുടെയും താല്പര്യം കണക്കിലെടുക്കണം എന്നൊക്കെ പറയുമ്പോഴും സംസ്ഥാനങ്ങൾ തന്നെ AICCയോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പോകുന്നതിൽ. എന്നിട്ടും ഒരു തീരുമാനം വൈകുന്നത് എന്ത് സന്ദേശം നൽകുന്നു? അങ്ങനെ വൈകിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? മഞ്ജുഷ്, വൈകിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സംസാരിക്കേണ്ടടത്ത് സംസാരിക്കേണ്ടവർ സംസാരിക്കുക തന്നെ വേണം. ഇവിടെ സംസാരിക്കേണ്ടത് ആരാണ്? ഒറ്റ മുഖമാണ് സംസാരിക്കേണ്ടത്. ഒന്നുകിൽ ശ്രീമതി സോണിയാഗാന്ധി അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി. ആ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ ഒരു നിലപാട് സംസാരിക്കേണ്ടതാണ് പൊതുജനങ്ങളുടെ മുമ്പാകെ. ഞങ്ങൾ ശ്രീരാമക്ഷേത്രത്തെ അംഗീകരിക്കുന്നു, കോടതി വിധിയിലൂടെ കെട്ടിപ്പടുത്ത ആ ക്ഷേത്രത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇത് ഇന്ത്യയുടെ പൊതുസ്വത്താണ്, അത് ഉറക്കെ പറയാം. പക്ഷേ ഈ 22-ാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യമുള്ള ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് വിസമ്മതമാണ്. എന്നാൽ ഞങ്ങൾ രാമക്ഷേത്രത്തിൽ സന്ദർശിക്കും, ഞങ്ങളൊരു ഡെലിഗേഷനായി സന്ദർശിക്കും. ഞങ്ങൾ അതിനോടൊപ്പമാണ്, ഇന്ത്യയുടെ ഹിന്ദു ജനസാമാന്യത്തോടൊപ്പമാണ്, ഇന്ത്യയുടെ മുസ്ലിം ജനസാമാന്യത്തോടൊപ്പമാണ്. മതേതരത്വം, നെഹ്റൂവിയൻ സെൻസിൽ മതേതരത്വം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പറയുകയും മതേതരത്വത്തിൻ്റെ കോൺഗ്രസ് വിശ്വസിക്കുന്ന ആ മുഖം ഒരിക്കൽ കൂടി പറയുകയാണ്. അത് മതവിരുദ്ധമല്ല. ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്നതുകൊണ്ട് മാത്രം ഹൈന്ദവ വിരുദ്ധരാകുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നതാണ്. ക്ഷേത്രത്തിൽ സന്ദർശിക്കും, പക്ഷേ 22-ാം തീയതി അല്ല ഞങ്ങൾ സന്ദർശിക്കും. അതുമാത്രമല്ല, ഒരു നല്ല അവസരമാണ്. ഈ ഒരു അവസരം സംസാരിക്കേണ്ടത് സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിഗൂഢത, ആ നിഗൂഢത ഒരു വീക്ക്നെസ്സായി കണ്ടുകൊണ്ട് ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നു. അതുമാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ റോപ്പാണ്, ഒരു ലോങ് റോപ്പാണ് കോൺഗ്രസിന് മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ തൂങ്ങിച്ചാകാതെ അതിൽ പിടിച്ച് കയറാനുള്ള മെയ്വഴക്കം കോൺഗ്രസ് കാട്ടുമോ എന്നതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കേണ്ടവർ 3 പേരാണ് ക്ഷണം ലഭിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് 4 പേരെ ആദ്യം കേട്ടു, ഇപ്പോൾ 3 പേരാണ്. ശ്രീമതി സോണിയാഗാന്ധി, UPAയുടെ മുൻ ചെയർപേഴ്സൺ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ക്ഷണമില്ല, പിന്നെ മല്ലികാർജുൻ ഖാർഗെ എന്ന AICCയുടെ പ്രസിഡന്റ്, മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്. തീർച്ചയായും മൻമോഹൻ സിംഗിന് വ്യക്തിപരമായ കാരണം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതിൽ വിരോധമില്ല. കാരണം അദ്ദേഹം വളരെയധികം വാർദ്ധക്യത്തിൻ്റെ അവശതയിലാണ്. അതുമാത്രമല്ല, സോണിയാഗാന്ധിക്കും ആരോഗ്യ പ്രശ്നത്തിൽ മാറി നിൽക്കാൻ സാധിക്കും. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒരു പ്രസ്താവന നടത്താം, സോണിയാഗാന്ധിയുടെ പ്രസ്താവന അതിനോടൊപ്പം തന്നെ ഉണ്ടാകാം. ഈ 3 പേരും സംസാരിക്കേണ്ടടത്ത് സംസാരിക്കാതെ ചെറിയ ആളുകൾ
സംസാരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുകയാണ്, ഇത് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പോകാൻ അവകാശമുണ്ട്. അപ്പോൾ വേറിട്ട സ്വരം വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു സ്വരത്തിലും, ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ മറുസ്വരത്തിൽ സംസാരിക്കുന്നു. സംസാരിച്ചു പോയി മഞ്ജുഷ്, ശരിയാണ്, സംസാരിച്ചു പോയി. പക്ഷേ ഇത് പരിഹരിക്കാനും മാർഗമുണ്ട്. മാർഗം ഇതാണ്: കോൺഗ്രസ് പാർട്ടി ഒരു ഫെഡറൽ പാർട്ടിയാണ്. മുൻകാലത്തും ഫെഡറൽ പാർട്ടി തന്നെയാണ്. വിവിധങ്ങളായ ആശയധാരകളുടെ സംയോജനമാണ് കോൺഗ്രസ്. ഇത് വിശദീകരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഓരോ സംസ്ഥാന കമ്മിറ്റിക്കും ഓരോ അഭിപ്രായം ഉണ്ടാക്കാം. പക്ഷേ അതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് AICC പ്രസിഡന്റോ സോണിയാഗാന്ധിയോ പ്രസ്താവന നടത്തുമ്പോൾ തീരുമാനിക്കേണ്ടത് AICC ആണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അതാത് PCCകളിൽ നിന്ന് ഓരോരോ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നതിലാണ്.